ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈഫ് ഫസ്റ്റ് കോപ്പാണ് ഓൾവേസ് പോസിറ്റീവായി. മാനന്തവാടി തീപിടുത്തം. അപ്പോൾ 2 ദിവസങ്ങളായിട്ട് മാനന്തവാടിയിൽ തീപിടുത്തം ഇങ്ങനെ ഉണ്ടായിരിക്കുകയാണ്. മാനന്തവാടി ടൗൺ പരിധിയിൽ മാനന്തവാടിക്ക് സമീപം പിലാക്കാവ്, തലപ്പുഴയ്ക്ക് സമീപം കമ്പമലയിലാണ് തീ പിടിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് ഒരു 12 മണിയോട് കൂടിയാണ് അവിടെ തീപിടുത്തം ഉണ്ടായത്. ഇന്നലെ ഉണ്ടായ തീപിടുത്തത്തിൽ തന്നെ ഏകദേശം 10 ഹെക്ടറോളം പുൽമേട് കത്തി നശിച്ചു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോട് കൂടി ഉണ്ടാവുകയും ഉച്ചയ്ക്ക് 2 മണിയോട് കൂടി ഫയർഫോഴ്സിന് വിവരം അറിയിക്കുകയും പിന്നീട് ഫയർഫോഴ്സ് വരികയും പിന്നീട് കൽപ്പറ്റ എന്നുള്ള യൂണിറ്റുകളെല്ലാം വരികയും തീ അണയ്ക്കുകയും ചെയ്തു. പച്ചിലകളും മറ്റ് യന്ത്രസാമഗ്രികളും എല്ലാം കൊണ്ട് തീ അണച്ചതുകൊണ്ട് കൂടുതൽ ഭാഗങ്ങളിലേക്ക് തീ കത്തി പടർന്നില്ല. എന്നാലും 10 ഹെക്ടറോളം പുൽമേട് കത്തി നശിച്ചു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അത് ഇന്ന് സെയിം കമ്പമലയിൽ വീണ്ടും തീപിടുത്തം ഉണ്ടായി എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അങ്ങനെ ബാക്ക് ടു ബാക്ക് 2 ദിവസങ്ങളായിട്ട് വയനാട്ടിൽ നിന്നും അത്ര ശുഭകരമായ വാർത്തകളല്ല പുറത്തേക്ക് വരുന്നത്. ഓൾറെഡി ഈ തലപ്പുഴ അല്ലെങ്കിൽ കമ്പമല എന്ന സ്ഥലത്താണ് കടുവയുടെ സാന്നിധ്യം ഉണ്ടായത്. അപ്പോൾ ആ കടുവയുടെ സാന്നിധ്യം ഉണ്ടായ സ്ഥലങ്ങളിൽ നിന്നാണ് ഇപ്പോൾ തീപിടുത്തവും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ തീപിടുത്തം അത്ര സ്വാഭാവികമായിട്ടുണ്ടായതല്ലെന്നും ഇതിന് പിന്നിൽ എന്തോ ദുരൂഹതയുണ്ടെന്നുമാണ് അവിടെ DFO പറയുന്നത്. എന്നിരുന്നാലും ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ കടുവയെ കണ്ടെത്തിയ സ്ഥലങ്ങളിൽ നിന്നാണ് തീപിടുത്തവും ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നും നമുക്കറിയില്ല. പക്ഷേ അങ്ങനെയാണ് DFO മാർട്ടിൻ പറയുന്നത്. ഇതിലെന്തോ ദുരൂഹതയുണ്ടെന്ന്. ഏതായാലും 2 ദിവസങ്ങളായിട്ട് വയനാട്ടിൽ ഇങ്ങനെ തീപിടുത്തം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. 2025 സ്റ്റാർട്ടിങ് ലോസ് ആഞ്ചലസിലൊക്കെ തീപിടുത്തം ഉണ്ടായിരുന്നു, അമേരിക്കയിൽ. ഇപ്പോഴിതാ വയനാട്ടിൽ. അത് സ്വാഭാവികമാണോ അല്ലെങ്കിൽ ദുരൂഹതയുണ്ടോ എന്നും അറിയില്ല. ബട്ട് ഏതായാലും തീപിടുത്തം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും അത്ര നല്ല ന്യൂസുകളല്ല വയനാട്ടിൽ നിന്ന് പുറത്തു വരുന്നതെന്ന് പറയാം. കാരണം വയനാട്ടിലെ വന്യമൃഗശല്യം കൂടിക്കൂടി വരികയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് തീപിടുത്തവും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും തലപ്പുഴയിലാണ് കഴിഞ്ഞ ആഴ്ചയാണ് കടുവയുടെ സാന്നിധ്യം, കടുവയും കുഞ്ഞുങ്ങളെയും കണ്ടതായിട്ടുള്ള സാന്നിധ്യം അത് റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ആഴ്ച തലപ്പുഴയ്ക്ക് സമീപം കമ്പമലയിൽ ഇതേ സെയിം സ്ഥലത്ത് തന്നെയാണ് കടുവയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തത്. അവിടെയാണ് ഇപ്പോൾ തീപിടുത്തവും ഉണ്ടായിരിക്കുന്നത്. ഏതായാലും അത്ര ശുഭകരമായ വാർത്തകളല്ല വയനാട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. തീപിടുത്തവും മൃഗങ്ങളുടെ ശല്യവും എല്ലാം കൊണ്ടും അടിക്കടി വയനാട് ഇപ്പോൾ സ്ഥിരം ന്യൂസുകളിൽ ഇങ്ങനെ ഇടം പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. ഏതായാലും കൂടുതൽ ഇനി ബാക്ക് ടു ബാക്ക് ഇപ്പോൾ 2 ദിവസമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് തുടരുന്നു തീപിടുത്തം അല്ലെങ്കിൽ ഉണ്ടാകുന്നു. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് അവിടെ തീ പിടിച്ചതും പിന്നീട് ഉച്ചയ്ക്ക് ശേഷം ഫയർഫോഴ്സൊക്കെ വന്ന് കൂടുതൽ അപകടങ്ങൾ ഒഴിവായി. തീ അണച്ചതുകൊണ്ട് തന്നെ കൂടുതൽ അപകടങ്ങളുണ്ടായി. വീണ്ടും തീപിടുത്തം ഉണ്ടായിരിക്കുകയാണ്. ബാക്ക് ടു ബാക്ക് 2 ദിവസമായിട്ട് അവിടെ തീപിടുത്തം കമ്പമലയിൽ, അതായത് പിലേക്കാവ്, തലപ്പുഴ, കമ്പമലയിൽ തീപിടുത്തങ്ങളിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.